നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൂന്നാമത്തെ കേസിന്റെ ജാമ്യ ഹർജി പരിഗണിച്ച് ആ ജാമ്യ ഉത്തരവ് നൽകിയ ആ വിധി വിശദമായി ഒന്ന് പരിശോധിച്ചാൽ ഒറ്റ വാക്കിൽ പറയാൻ പറ്റും, വാദി പ്രതിയാകും. ബലാത്സംഗം നടന്നിട്ടില്ല. ബലാത്സംഗം എന്ന് പറയുന്ന ഒന്ന് നിലനിൽക്കില്ല. ചുരുക്കം പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ 18 ദിവസം ജയിലിൽ അടച്ചത് നിയമവിരുദ്ധമായിട്ടാണ്. അതാണ് ആ വിധി വാചകങ്ങൾ ജാമ്യ ഉത്തരവിലൂടെ ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആ വാചകങ്ങൾ മുഴുവൻ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ ഒരു പരാതിക്കാരി ഉണ്ടോ എന്ന് പോലും സംശയം. ആദ്യം പരാതി കൊടുത്ത ഒരു പെണ്ണ് ഉണ്ടായിരുന്നു. ആ പെണ്ണിനെ ജനങ്ങൾക്കൊക്കെ, അതായത് ഒരു വിഭാഗം അവരുടെ മേഖലയിലുള്ളവർക്കൊക്കെ അറിയാമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു പെണ്ണ് പരാതി കൊടുക്കുമ്പോൾ അത്തരത്തിലുള്ള ആ പെണ്ണിന്റെ പേര് പറയാൻ മറ്റുള്ളവർക്ക് അനുമതി ഇല്ലാത്തത് കൊണ്ട് അത് മറച്ചു പിടിച്ചു സംസാരിച്ചു. ഓക്കെ, എന്നാലും ഒരു പരാതിക്കാരി ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. എന്നാൽ രണ്ടാമത്തെ കേസ് അങ്ങനെയല്ല. രണ്ടാമത്തെ കേസ് പോലീസിന് പരാതി കിട്ടിയിട്ടില്ല. പ്രതിപക്ഷ നേതാവിന് ഒരു മെയിൽ വരുന്നു. അവിടെ നിന്ന് അത് ഹാൻഡ് ഓവർ ചെയ്ത് കേസായി മാറുന്നു. അതിന്റെ മുൻകൂർ ജാമ്യവും ഒക്കെ പരിഗണിക്കുന്ന വേളയിൽ ഇങ്ങനെ ഒരാളുണ്ടോ എന്ന് പോലും സംശയിച്ചിരുന്നു. അതിന് ജാമ്യം ലഭിക്കുകയും ചെയ്തു. ഇപ്പൊ മൂന്നാമത്തെ കേസ് വരുമ്പോ ആ മൂന്നാമത്തെ കേസിലും യഥാർത്ഥത്തിൽ പരാതിക്കാരി ഉണ്ടോ എന്ന് സംശയമാണ്. അല്ലെങ്കിൽ പരാതിക്കാരി ഇത് വല്ലതും അറിഞ്ഞിട്ടുണ്ടോ എന്നതാണ് ഇപ്പോഴത്തെ സംശയം. കാരണം ഒരു പരാതി ഇമെയിലിലാണ് അവിടെയും വന്നത്. എല്ലാം മുഖ്യമന്ത്രിക്കാണ് വരുന്നത്. സാധാരണഗതിയിലുള്ള ഒരു പ്രോപ്പർ ചാനൽ അല്ല ഇവിടെ പരാതികൾ വരുന്ന വഴി എന്ന് പറയുന്നത്. മാത്രമല്ല ഈ രണ്ട് കേസിലും പരാതിക്കാരിയുടെ മെഡിക്കൽ എടുക്കുകയോ അതിലെ റിപ്പോർട്ടുകൾ കൊണ്ടുവരികയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ മൂന്നാമത്തെ കേസിലും രണ്ടാമത്തെ കേസിലും പരാതിക്കാരി ഒപ്പിട്ടിട്ട് പോലുമില്ല. അതായത് ഈ രണ്ട് കേസിലും പരാതിക്കാർ സംഭവം അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇതൊക്കെ കൃത്രിമമായി കെട്ടിച്ചമച്ചുണ്ടാക്കിയ പരാതിയാണ് എന്ന് സംശയിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. കാരണം ഈ ചാറ്റ് ഹിസ്റ്ററികളും മറ്റു കാര്യങ്ങളും എല്ലാം പുറത്തു വന്നു. സംഗതി ശരി, ഇത് എവിടെ നിന്നൊക്കെയോ തപ്പിപ്പിടിച്ചുകൊണ്ട് വന്നു എന്ന് സംശയിക്കണം. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തു എന്ന് പറയുന്ന പെണ്ണ് അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു പരാതി വന്നു എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇപ്പോ ഈ കാര്യങ്ങളുടെ പോക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിന് മൊഴി കൊടുക്കാൻ കാനഡയിൽ നിന്ന് ഇങ്ങോട്ട് ഫ്ലൈറ്റ് ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, ഇവിടെ വരാൻ പറ്റും. രാഹുലിന്റെ വക്കീല് പറയുന്നത് പോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് മൊഴി കൊടുത്തിട്ടും മെഡിക്കലൊക്കെ എടുത്തിട്ടും ഒക്കെ പോകാനുള്ള സൗകര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. മാത്രമല്ല അത്രയും ഒരു വലിയൊരു കേസാണ്. രാഹുൽ മാങ്കൂട്ടം MLA ഒരു പ്രമുഖനായ ഒരാൾ, അയാൾ തന്റെ കുടുംബജീവിതം തകർത്താണ്. തന്നെ വിവാഹം കഴിക്കാം എന്ന് വിശ്വസിപ്പിച്ച് തന്നെ നിർബന്ധിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തതാണ്. മറ്റൊരു വേള ഒരുപക്ഷെ തന്നെ വളരെ ക്രൂരമായി റേപ്പ് ചെയ്ത ഒരാളാണ്, ഇല്ലേ? ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ കോടതി ചോദിക്കുന്നത് ഇത്രയധികം ക്രൂരമായി റേപ്പ് ചെയ്ത ഒരാൾ, കേസിന്റെ ഒരു പ്രത്യേകതയാണ്. ഇത്രയും ക്രൂരമായി റേപ്പ് ചെയ്ത ഒരാളുമായിട്ട് പിന്നീട് ഇത്ര സോഫ്റ്റായി എങ്ങനെ ചാറ്റ് ചെയ്യാൻ സാധിക്കുന്നു, ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു, ഇങ്ങനെ ഇടപെടാൻ പറ്റുന്നു. അത് മാത്രമല്ല വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട്, അങ്ങനെയാണ് ഈ മൂന്നിന്റെയും തിരക്കഥ. എങ്ങനെയാണ് വിവാഹിതയായ ഭർത്താവ് നിലവിലിരിക്കുന്ന ഒരു പെണ്ണിന് മറ്റുള്ളവരുമായി മറ്റു തരത്തിലുള്ള ലൈംഗിക ബന്ധങ്ങൾ അടക്കമുള്ള ബന്ധങ്ങൾക്ക് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇന്ത്യയിൽ അതിന് നിയമ തടസ്സമൊന്നുമില്ല, പോകാം, അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷെ ഒരു വിവാഹ ബന്ധത്തിൽ എങ്ങനെ ഏർപ്പെടും? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വിവാഹ ബന്ധം വേർപെടാതെ ആ വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം അതിൽ വിശ്വസിച്ചുകൊണ്ട് പോയി എന്നത് എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കും എന്ന പല ചോദ്യങ്ങളും കോടതി ചോദിക്കുന്നുണ്ട്. ഇത് നിലനിൽക്കുന്ന ഒരു കേസേ അല്ല എന്ന വിധത്തിൽ കൃത്യമായ ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് ആ കുറിപ്പുകൾ തയ്യാറാക്കിയിട്ടുള്ളത് എന്ന്, വിധിന്യായം തയ്യാറാക്കിയിട്ടുള്ളതെന്ന് അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതായത് ഇവിടെ സാധാരണക്കാരനായാലും നീതി നിഷേധിക്കപ്പെടുന്നവനായാലും അവർക്ക് ഇവിടെ ആകെ ആശ്രയം കോടതികളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പോലീസ് കൂടെ നിൽക്കുമെന്ന് കരുതേണ്ടതില്ല. പോലീസ് പിണറായിയുടെ പിടിയിലാണ്. ഇനി ഈ പിണറായി കാലം കഴിയണം പോലീസ് ഒന്ന് സ്വന്തമായി ശരിക്കുള്ള ഒരു പോലീസാകാൻ. അങ്ങനെ ആകാൻ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ ആകുന്ന പോലീസ് തന്നെയാണ്. പോലീസിന് നമ്മൾ കുറ്റം പറയുന്നില്ല. പക്ഷെ മേലിൽ നിന്നുകൊണ്ട് വാളിന്റെ തുമ്പത്തിരുന്നുകൊണ്ട് അങ്ങനെ ചെയ്യടാ ഇങ്ങനെ ചെയ്യടാ എന്ന് പറഞ്ഞാൽ, ചാടിക്കളിയടാ കുഞ്ഞിരാമ എന്ന് പറഞ്ഞാൽ, അതല്ലാതെ മറ്റൊരു മാർഗം ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്കില്ല. കാരണം അവർക്കും കുടുംബവും കുട്ടികളും അവരുടെ ഉപജീവനത്തിന് വേണ്ടിയാണ് ആ കുപ്പായം എടുത്തിട്ടുണ്ട് ഇവരിറങ്ങുന്നത് എന്ന് തന്നെയാണ് അതിന്റെ വസ്തുത. അത് രാഹുൽ മാങ്കൂട്ടത്തിനും അറിയാം. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു പ്രതികരണം ഇല്ലാത്തത്. തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസുകാരെയോ മറ്റുള്ളവരെയോ, തന്നെ ബുദ്ധിമുട്ടിക്കാൻ വന്നവരെയോ, തന്നെ ബുദ്ധിമുട്ടിച്ച് ഈ പ്രദർശന വസ്തുവാക്കി കൊണ്ട് നടക്കുന്നവരെയോ ഒന്നും ഭർസിക്കാനോ കുറ്റം പറയാനോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരിക്കൽ പോലും തയ്യാറായിട്ടില്ല എന്ന് മനസ്സിലാക്കണം.
എന്നാൽ അന്യായമായി തന്നെ കുടുക്കിയിട്ടുള്ള പല സന്ദർഭങ്ങളിലും പോലീസിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ ആ പോലീസിന്റെ മന്ത്രിയായിരിക്കുന്ന ആളെയാണ് വിമർശിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ഭരണകൂടത്തിന്റെ ഒരു എതിർപ്പിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത്. ഈ ഒരു ഇത്രയധികം 3 കേസുകൾ വന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് ജനപിന്തുണ തെല്ലും കുറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കൂടി വരികയാണ്, അനുദിനം കൂടി വരികയാണ്. ഇവിടെ എന്റെ ഒരു സംശയം, രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും അറസ്റ്റ് ചെയ്യും എന്നതാണ്. ഒന്നാമത്തെ കേസ്. കാര്യം ആ കേസിൽ വിധി പറയാൻ മാറ്റിവെച്ചിട്ടുണ്ട്. വിധി പറയാൻ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിലും ഇന്നലെ വരെ മാത്രമായിരുന്നു നോട്ട് അറസ്റ്റ് ഉണ്ടായിരുന്നത്. ഇനി നോട്ട് അറസ്റ്റ് എന്ന ഒരു വാചകം അവിടെ എഴുതി വെച്ചിട്ടില്ല. അറസ്റ്റ് ചെയ്യരുത്, വിധി വരുന്നത് വരെ അറസ്റ്റ് ചെയ്യുന്നത് എന്ന് എഴുതി വെച്ചിട്ടില്ല. ആ ഒരു സാഹചര്യം വെച്ചുകൊണ്ട് ആദ്യത്തെ കേസിൽ കോടതി തടഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ കയറി അറസ്റ്റ് ചെയ്യാം. അങ്ങനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ വിധി വാചകത്തിന് പ്രസക്തി ഉണ്ടോ, എങ്ങനെയാണ് അതിന്റെ നിയമപരമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ പോകുന്നത് എന്നതിനെ കുറിച്ച് അറിയില്ല. പക്ഷെ ഒന്നറിയാം, അത്തരത്തിലൊരു അറസ്റ്റ് നടന്നാൽ കൃത്യമായും ഇതുവരെ മീഡിയകൾ, അതായത് സോഷ്യൽ മീഡിയകൾ, ചാനലുകൾ പറയുന്നില്ല, ചാനലുകൾ പറയുകയുമില്ല. കാരണം അവർക്ക് രാഹുൽ മാങ്കൂട്ടം ഒരു ഇരയാണ്, ഒരു വാർത്തയാണ്. രാഹുലിന്റെ ജീവിതമോ രാഹുലിന്റെ പൊതുജീവിതമോ രാഹുലിന് നീതി നിഷേധിക്കപ്പെടുന്നതോ അവർക്കൊരു വാർത്തയല്ല. അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീതി നിഷേധത്തിനെതിരെ സംസാരിച്ചേനെ. അത് സംസാരിക്കുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോ ഇവിടെ അത്തരത്തിലൊരു അറസ്റ്റ് ഉണ്ടായാലും ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോലും തൂക്കിയവർ വന്നു എന്ന് വരാം. ഒരു അറസ്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം കോടതി നോട്ട് അറസ്റ്റ് ഉത്തരവിട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് അതിനോട് സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ അറസ്റ്റ് ഇട്ടുണ്ട്, ചിലപ്പോൾ ഈ വീഡിയോ വരുന്ന സമയത്ത് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷെ എന്തായാലും ഈ 2 കേസുകളിൽ പരാതിക്കാർ ഉണ്ടോ എന്ന് സംശയമാണ്. പരാതിക്കാർ സാങ്കല്പിക പരാതിക്കാരാണോ എന്ന കാര്യത്തിൽ സംശയമാണ്. സാങ്കല്പിക പരാതിക്കാരായതുകൊണ്ടാണ് ഇവർ രംഗത്തേക്ക് വരാത്തത്. യഥാർത്ഥ പരാതിക്കാരില്ല, അതുകൊണ്ടാണ് ഇമെയിലിൽ പരാതി വരുന്നത്. ഇത് AKG സെന്ററിൽ ഇരുന്നു കൊണ്ട് VPN ഉപയോഗിച്ചിട്ട് പരാതി അയച്ചതാണോ, അതല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെച്ചുകൊണ്ട് ആ രീതിയിൽ പരാതി അയച്ചതാണോ, മറ്റാരുടെയെങ്കിലും പേരിൽ അയച്ചതാണോ എന്നുപോലും സംശയമാണ്. ഇവിടെ മൊഴിയൊക്കെ എടുക്കുന്നതും വീഡിയോ കോളൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും യാതൊന്നും പുറത്തറിയില്ല. കാരണം ഇതൊക്കെ വളരെ രഹസ്യമായാണ് കൈകാര്യം ചെയ്യുന്നത്. പീഡന കേസാവുമ്പോൾ ഇരയുടെ മുഖം, ഇരയുടെ ഐഡന്റിറ്റി, ഇതൊക്കെ മൂടിവെക്കൽ ഒരു എന്താ പറയാ പോലീസിന്റെ അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്വമായതുകൊണ്ട് അത്തരത്തിൽ സംഭവങ്ങൾ നടന്നു, മൊഴിയെടുത്തു, ഇതാണ് മൊഴി എന്നൊക്കെ എഴുതി വെച്ചിട്ട് അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ പരാതി കൊടുത്തു എന്ന് പറയുന്ന പെണ്ണ് ഈ പരാതി അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ് എന്നതാണ് ഈ വിധിന്യായം ഇന്ന് വന്നിട്ടുള്ള ഈ വിധിന്യായം, അതായത് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ആ ഉത്തരവ് പുറത്തു വരുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നത്. നിലവിലെ സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വേട്ടയാടൽ അവസാനിക്കുമെന്ന് കരുതുന്നത് മണ്ടത്തരമാണ്. ഇനി ഒരു കേസും വരാം. പെണ്ണ് കേസ് വിജയിച്ച് നിൽക്കുകയാണ്. പെണ്ണ് കേസൊക്കെ ആവുമ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പുകളൊക്കെ അങ്ങോട്ട് അടിച്ചു കയറ്റുമ്പോൾ മജിസ്ട്രേറ്റ് കോടതി എന്തായാലും ജാമ്യം കൊടുക്കില്ല. പിന്നെ സെഷൻ കോടതിയിൽ അത് എത്തുന്നത് വരെ രാഹുൽ ജയിലിൽ കിടന്നുള്ളൂ. സെഷൻ കോടതിയിൽ എത്തുന്ന സമയത്ത് ഇനി വിശദമായി എതിർ വാദങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ, പ്രോസിക്യൂഷൻ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നാൽ അങ്ങനെ നീട്ടിത്തെട്ടിക്കൊണ്ടു പോകാം. അങ്ങനെ ഒരു 3, 4, 5 ദിവസമെങ്കിലും ഒക്കെ ഇങ്ങനെ കിടത്താൻ പറ്റും. അതായത് അവരുടെ ഉദ്ദേശം നടക്കും. ആ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഈ കേസ് ഉണ്ടാക്കിയതെന്നും ബലാത്സംഗ കേസ് നിലനിൽക്കില്ല എന്നും കോടതി കണ്ടെത്തുന്നതിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം മൊത്തത്തിൽ ഉണ്ടായി വരികയാണ്. അതായത് രാഹുലിനെ എതിർത്തുകൊണ്ടിരുന്ന ഒരു വിഭാഗം പോലും, അല്ലെങ്കിൽ വലിയൊരു വിഭാഗം പോലും അദ്ദേഹത്തോട് ഒരു അനുഭാവപൂർണമായിട്ടുള്ള ഒരു പെരുമാറ്റം തുടങ്ങി എന്ന് പറയാതിരിക്കാൻ വയ്യ. അത് രാഷ്ട്രീയമായിട്ട് എതിരെ നിൽക്കുന്നവർ ചീമുട്ടയും അല്ലെങ്കിൽ അതുകൊണ്ട് വീണ്ടും നിൽക്കുന്നുണ്ട്. അവരത് പഠിച്ച കാര്യമാണ്. ഈ കേസുകളുടെ വിധി വന്നതിന് ശേഷമാണ് എറിയേണ്ടത്. അല്ലെങ്കിൽ ഈ എറിയുന്നവനെ ഒന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നല്ല 9 എറിഞ്ഞാലും 7 വെള്ളത്തിൽ കുളിച്ചാലും അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ വൃത്തിയാകൂല എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകാം. അതുകൊണ്ടാണ് അവർക്കത് എറിയാൻ തോന്നുന്നത്. ഒരല്പമെങ്കിലും മനുഷ്യ ഗുണം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരം പ്രവൃത്തികൾ ചെയ്യാറില്ല. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റം തെളിഞ്ഞിട്ടില്ലല്ലോ, ആരോപിതൻ മാത്രമല്ല. അത് മാത്രമല്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ പരാതിക്കാരുണ്ടോ എന്ന് തന്നെ അറിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വാദങ്ങൾ മൊത്തം അതിനകത്ത് നിരത്തി എഴുതിയിട്ടുണ്ട്, ആ ഉത്തരവിൽ നിരത്തി എഴുതിയിട്ടുണ്ട്. അത് മുഴുവൻ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ കുറ്റം നിലനിൽക്കില്ല, ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല. 3ാമത്തെ കേസ് ഒരു കാരണവശാലും മുന്നോട്ട് പോകില്ല, വാദി പ്രതിയാകും എന്നൊരവസ്ഥയാണ്. വാദി പ്രതിയായാൽ എവിടെ എത്തും? ഈ ഇമെയിൽ എവിടെ വന്നത്? മുഖ്യമന്ത്രിക്കാണ് വന്നത്. പ്രതിക്കൂട്ടിലാകുന്നത് മുഖ്യമന്ത്രിയാണ്. അതായത് AKG സെന്ററിൽ ഇരുന്ന് VPN-ലൂടെ ഒരു പരാതി തയ്യാറാക്കി മുഖ്യമന്ത്രിയുടെ മെയിലിലേക്ക് അയച്ചിട്ട് അത് പോലീസിനെ ഏൽപ്പിച്ച് ഒരു ഇരയുണ്ട് എന്ന് ചാർത്തി കൊടുത്ത് അതിൽ
നട്ടപ്പാതിരയ്ക്ക് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി പിന്നീട് ജയിലിലേക്ക് അടച്ച് കുറച്ചു നാൾ 10-18 ദിവസം ജയിലിലിട്ടു എന്നതിലുപരി ജയിലിലിട്ട കേസിൽ AKG സെന്റർ തന്നെ പ്രതിയായിട്ട് വരുന്ന ഒരു സാഹചര്യം വന്നാലും അത്ഭുതപ്പെടാനില്ല. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ള 3 കേസുകളും നിലനിൽക്കില്ല എന്ന് മാത്രമല്ല, അവസാനത്തെ 2 കേസുകളിൽ യഥാർത്ഥ പരാതിക്കാരികൾ ഉണ്ടോ എന്ന കാര്യത്തിൽ പോലും സംശയമാണ്. 2ാമത്തെ കേസിലെ പരാതിക്കാരിയും ഇതുവരെ രംഗപ്രവേശനം ചെയ്തിട്ടില്ല, 3ാമത്തെ കേസിലെയും പരാതിക്കാരി ഇതുവരെ രംഗപ്രവേശനം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പരാതിക്കാരികൾ ഉണ്ടാകാനുള്ള സാധ്യത തന്നെ വളരെ വിരളമാണ്. Different angles. Don't forget to subscribe and support this channel.